വൈകിട്ട് അവൾ സ്കൂളിൽ വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നിസ്കരിക്കുകയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴേ അവളും നിസ്കരിക്കാനായിട്ട് ഓടി ഒളവും കാര്യങ്ങളൊക്കെ എടുത്ത് താനെ തന്നെ മുസല്ലയൊക്കെ വിരിച്ച്, അതാണ് തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. അവൾ താനെ നമസ്കരിച്ച് നോക്കിയും കണ്ടൊക്കെ അങ്ങനെ ചെയ്ത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്യും. നോമ്പ് സമയമാണെങ്കിൽ ഒരു മാസം ചെയ്യും, അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് മടിയാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വരില്ല. അപ്പോൾ എന്തായാലും മാഷാ അള്ളാ, അത് വല്ലാത്തൊരു സന്തോഷമാണ് ഈ ഒരു കുഞ്ഞു പ്രായത്തിലൊക്കെ ചെയ്യണ കാണുമ്പോഴേ. അപ്പോൾ വൈകിട്ട് നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങി വേറെ എവിടെയെല്ലാം വീട്ടിലോട്ടാണ്. അപ്പോൾ പൂച്ചയ്ക്കുള്ള ഫുഡെല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോയി. ആഹാ, അമ്മയുടെയും മോളുടെയും സ്നേഹപ്രകടനം. പിന്നെ അടുത്തതായി അവതരിപ്പിക്കുന്നു അപ്പച്ചിയുടെ ഉപ്പിലിട്ട തണ്ണിമത്തനും പൈനാപ്പിളും. പിന്നെ ആ ഒരു സംഭവമൊക്കെ കണ്ടു പിന്നെ പറയണ്ടല്ലോ, അവിടെ അങ്ങനെ കുത്തിയിരുന്ന് കുറേ നേരം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ദിയയും ഫോണിൽ നോക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ തിന്നുകൊണ്ടിരുന്ന്. ആഹാ, എന്ത് രസം! ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഈ വാട്ടർ മെലനും കഴിക്കണം, പൈനാപ്പിളും കഴിക്കണം. വേറെ വേറെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോൾ അനിയൻ പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കില്ല, നവരയിലയും തുളസിയിലേക്ക് ഇട്ട് അങ്ങനെ വെള്ളം തിളപ്പിച്ച് ആവിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഇക്ക കൊണ്ടുവന്ന ഒരു പ്ലം കേക്ക്, പൈനാപ്പിളിൻ്റെ അല്ല, ജാക്ക് ഫ്രൂട്ടിൻ്റെ ആ ഒരു സംഭവം. പിന്നെ അതാ രണ്ടുപേരും കൂടെ അടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ കേക്കൊക്കെ മുറിച്ച് വരിയെടുത്ത് പിന്നെ അവന് വാരിക്കൊടുത്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരു സ്നേഹമായിരുന്നു. അങ്ങനെ വാരി കുത്തി കയറ്റി നിറച്ച് കേക്ക് അത്രയും തിന്ന് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ കിടന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.